ദേവി, പറയുന്നതനുസരിക്കൂ. ജീവിതാന്ത്യം വരെ നാം ഈ തമസിൽ കഴിയണമെന്നാണോ ഭവതി ആഗ്രഹിക്കുന്നത്? ഈ വാർദ്ധക്യം മാറി യൗവനം ലഭിക്കുമെന്നതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? നമുക്കൊരു വരദാനം നൽകണമെന്ന പോലെയല്ലേ ആ അശ്വിനികൾ ആരണ്യത്തിൽ എത്തിപ്പെട്ടതും ഭവതിയെ ദർശിച്ചതും? പിന്നെ എന്തിനമാന്തിക്കുന്നു? പോകൂ, ഒട്ടും വൈകാതെ അവരെ ഇങ്ങോട്ട് അനയിക്കൂ. വയ്യ ഭവാൻ, വയ്യ. എല്ലാം ഞാൻ അങ്ങേ ധരിപ്പിച്ചിട്ടും എന്നെ വീണ്ടും വീണ്ടും നിർബന്ധിക്കരുതേ. ഭവതി വെറുതെ ഭയക്കുന്നു. ആദിപരാശക്തിയെ ഉപാസിക്കുന്ന ദേവിക്ക് ദേവിയുടെ പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ട് സ്വപതിയെ തിരിച്ചറിയാൻ കഴിയുമെന്ന് നാം ഉറപ്പു നൽകിയതല്ലേ. പിന്നെ എന്തിനീ വൈമുഖ്യം? ദുസ്സഹമായ ഈ അന്ധതയിൽ നിന്ന് ഒരു മോചനം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇല്ല നാഥ, ഇല്ല. അങ്ങ് ഒന്നുകൂടി ആലോചിക്കണം. ആ വരം നമുക്ക് വേണ്ട. പയോഷ്ണി നദിയിൽ അശ്വിനി ദേവകളുടെ രൂപത്തിൽ അങ്ങ് മുങ്ങിക്കയറുമ്പോൾ ഒരുപക്ഷെ വിധിദാതാവിന്റെ മായ കൊണ്ട് എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ വന്നാൽ എനിക്കത് ആലോചിക്കാൻ വയ്യ. വേണ്ട, നമുക്ക് ഈ പരീക്ഷണം വേണ്ട. എനിക്ക് വൃദ്ധനും അന്ധനുമായ എന്റെ ഈ പതിയെ തന്നെ മതി. എന്നാൽ അതല്ല സത്യം. സത്യത്തിന്റെ മുഖം വളരെ വികൃതമായിരിക്കും. എന്റെ അന്ധത മാറുന്നതും എനിക്ക് നിത്യയൗവനം ലഭിക്കുന്നതും ഭവതിക്ക് അപ്രിയമായിരിക്കും. എന്റെ ഈ തമസ് ഭവതിക്കൊരു അനുഗ്രഹമായിരിക്കും, അല്ലേ? അയ്യോ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഒരു ധർമ്മപത്നിയായി ഞാൻ ജീവിക്കുന്നത് തന്നെ അങ്ങേക്ക് വേണ്ടിയാണ്. അങ്ങേക്ക് നിത്യയൗവനം ലഭിക്കുന്നതിലും കാഴ്ച തിരിച്ചു കിട്ടുന്നതിലും ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. വരും വരായികൾ ഓർത്ത് വിഷമിച്ചാണ് ഞാൻ അരുതെന്ന്. ഇനിയെല്ലാം അവിടുത്തെ ഇച്ഛ പോലെ.